നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൗർണമിയുടെയും അതുപോലെ തന്നെ തിരുവാതിരയുടെയും ഈ ഒരു ടൈമുകളിൽ നടക്കുന്ന എനർജിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്ന മാറ്റം, നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവായ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറുന്ന അത് മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് പോയാൽ അവർക്കുണ്ടാകുന്ന മാറ്റം, നിങ്ങളുടെ പേഴ്സണ് കിട്ടാൻ പോകുന്ന എനർജി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇതൊരു പോസിറ്റീവ് എനർജിയായി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് കണ്ടാലും അത് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടിയാണ് നമ്മൾ ഇവിടെ നൽകുന്നത്. അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പ്രാർത്ഥനയോടും കൂടി കാണാൻ ശ്രമിക്കുന്നു, അത്രത്തോളം നിങ്ങളിലേക്ക് ഇതിനകത്ത് പോസിറ്റീവ് എനർജികൾ കണക്റ്റഡ് ആവുകയും നെഗറ്റീവ് ആകുന്ന, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സോളിൽ നിൽക്കുന്ന നെഗറ്റീവായ തോട്ട്സുകൾ, നെഗറ്റീവായ എനർജികളെ എല്ലാം ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും. അത് നിരന്തരമുള്ള പരിശ്രമം കൊണ്ടും അല്ല നിരന്തരമുള്ള കേൾവി കൊണ്ടും മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു ദിവസം ഒരു കാര്യം ചെയ്താലൊന്നും നമ്മൾക്ക് അതിനകത്ത് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. നമ്മൾ നിരന്തരം ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആയിരിക്കും ആ ഒരു സിറ്റുവേഷൻസ്, ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതെന്ന് നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. കൂടാതെ തന്നെ ഇത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്താൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തോളുക. ഒരിക്കലും നിങ്ങൾ നെഗറ്റീവാകുന്ന സാഹചര്യങ്ങളെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുകയേ അരുത്. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഈ പൗർണമിയുടെയും തിരുവാതിരയുടെയൊക്കെ എനർജിയിലൂടെ നമ്മളുടെ ആ ഒരു എനർജിക്ക് വന്നിരിക്കുന്ന മാറ്റം, അതായത് ആ രണ്ട് സോളുകളിലേക്ക് സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആട്ടോ വന്നിരിക്കുന്നത്. അതായത് കുറച്ച് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു മൂല്യം ഉണ്ടാകണമെങ്കിൽ അതിനകത്ത് പല കാര്യങ്ങളെക്കുറിച്ച് അറിയാനുണ്ട്. ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വളരെ ശക്തമായും ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു ബന്ധത്തെ നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബന്ധത്തിൽ തന്നെ കൂടുതൽ ടൈം കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായ ഒരു എനർജീനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പിൽ പല രീതിയിലുള്ള ചോയ്സുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ വന്ന് നിൽക്കാം. പക്ഷെ അതിനെല്ലാം നിങ്ങൾ അതിജീവിക്കണമെന്നാണ് നമുക്ക് ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും ആ ഒരു സിറ്റുവേഷൻസ് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇതിനകത്ത് വളരെയധികം നെഗറ്റീവായ എനർജികൾ അല്ലെങ്കിൽ നെഗറ്റീവായ സിറ്റുവേഷൻസുകൾ കടന്നു പോകുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എനർജികൾ, അതായത് തേർഡ് സിറ്റുവേഷൻസ് ആവാം, ബ്ലാക്ക് മാജിക് എനർജികളാകാം, അല്ലെങ്കിൽ വശീകരണം, നിങ്ങളുടെ പേഴ്സണെ മറ്റൊരു എനർജിയിലേക്ക് വശീകരിക്കുന്ന ചില സിറ്റുവേഷൻസുകളാവാം. ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. അതല്ലെങ്കിൽ ഇതിനകത്ത് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ്. ഇതിന് അവകാശികളായിട്ട്, അതായത് പാർട്ട്നേഴ്സായിട്ട് മറ്റ് സിറ്റുവേഷൻസും ഉണ്ടാകാം എന്ന ഒരു എനർജിയും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ ഒപ്പം തന്നെയാണ് നമുക്കൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെയും കൂടി എനർജി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു ടൈം അനുസരിച്ച് ഇതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട വരും. ചില സിറ്റുവേഷൻസിൽ വിട്ടുവീഴ്ചകൾക്ക് നിൽക്കേണ്ട ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് അവരുടെ മുന്നിൽ ഒരുപാട് ചോയ്സ് ഉണ്ട് കേട്ടോ. അവർക്ക് പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അതിൽ നിന്നുമെല്ലാം ഒരു സ്പെഷ്യൽ എനർജിയാണ് നിങ്ങൾ. അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേകത,
അവരുടെ സിറ്റുവേഷൻസിൽ അവർക്കൊരു പ്രത്യേകമാകുന്ന ഒരു എനർജി, ഒരു വല്ലാത്തൊരു വൈബ് ഫീൽ ചെയ്യുന്നത് നിങ്ങളിലാണെന്നാണ് നമുക്ക് ഈ ഒരു എനർജിയിലൂടെ കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും കണക്റ്റഡ് ആവാൻ പറ്റാത്ത വിധം, ഞാൻ പറഞ്ഞില്ലേ, ഒരു ബ്ലോക്കേജ്, ഒരു ബ്ലാക്ക് എനർജി നിങ്ങളുടെ മധ്യസ്ഥമുണ്ട്. നിങ്ങളെ തമ്മിൽ കണക്റ്റഡ് ആക്കാൻ പറ്റാത്ത വിധം, നിങ്ങൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കണക്ഷൻ ആവാൻ പറ്റാത്ത വിധം ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനിടയിൽ വരുത്തുന്നുണ്ട്. ഒന്നെങ്കിൽ പേരൻസ് ആവാം, അതല്ലെങ്കിൽ സൗഹൃദങ്ങളാവാം. അവരോട് ഏറ്റവും കൂടുതൽ ഇഴകി ചേർന്ന് നിൽക്കുന്ന എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ ശക്തമായൊരു ബ്ലോക്കേജ്, ഒരു സ്റ്റക്നെസ് വരുത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളാകുന്ന ബന്ധത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കണമെന്നും അവർക്ക് മറ്റെല്ലാ സിറ്റുവേഷൻസിനേക്കാൾ പ്രാധാന്യം നിങ്ങളാണെങ്കിലും അവിടെ സ്റ്റക്നെസ് ആണ്, ഒരു ഇരയാക്കപ്പെട്ട പോലത്തെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം നിൽക്കുന്നത്. ചിലപ്പോൾ അവർ വളരെയധികം പ്രഷ്യസായിട്ട് കണ്ടൊരു ഇടമായിരിക്കാം ഇന്ന് അവർ ഇരയാക്കപ്പെടുന്നു എന്നൊരു എനർജിയിൽ. എന്തായാലും ഈ ഒരു മാറ്റം, ഈ ഒരു പൗർണമിയുടെയും തിരുവാതിരയുടെയൊക്കെ എനർജിയുടെ ആ ഒരു നമ്മുടെ സോളുകളിൽ സംഭവിക്കുന്ന മാറ്റം, നമ്മുടെ പ്രപഞ്ചത്തിൽ സംഭവിച്ചിരിക്കുന്ന എനർജിയുടെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു. നിങ്ങൾക്ക് അതിനൊരു ഇന്നർ കോളിംഗ് വരുന്നുണ്ട് കേട്ടോ. വളരെയധികം ശക്തമായൊരു ഇന്നർ കോളിംഗ് വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനൊരു റീബർത്ത്, അതായത് എൻഡായിപ്പോയ, ഡെത്തായി നിന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരു ശക്തമാകുന്ന വളരെയധികം ജഡ്ജ്മെൻറ്റോടുകൂടി, അതായത് നിങ്ങൾ എന്താണോ ഇതിനു മുൻകാലങ്ങളിൽ അനുഭവിച്ചത് ആ ഒരു സാഹചര്യങ്ങളെ എല്ലാം മറികടന്നൊരു റീബർത്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോട് കൂടിയ, വളരെയധികം ഒരു പ്രസന്നതയോട് കൂടിയ, ഏറ്റവും പോസിറ്റീവായൊരു എനർജിയോട് കൂടിയ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ, ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു കേട്ടോ. അതുപോലെ തന്നെ ദ ഹയർ ഓഫ് എൻഡാണ് നമുക്ക് വന്നിരിക്കുന്ന മറ്റൊരു കാർഡ്. ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തിരിച്ചറിവുണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളിപ്പോൾ വളരെയധികം ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളെയും മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്കൊരു തെളിച്ചം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള പാതകൾ ഓപ്പൺ ആകുന്നു. അതായത് മുന്നോട്ടേക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിയേണ്ട ചില കാര്യങ്ങളെ നിങ്ങൾക്ക് എനർജി മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം നിങ്ങൾ വളരെയധികം ഹാർട്ട് ബ്രോക്കണോട് കൂടി ഒരുപാട് സ്റ്റക്കായിട്ട് നിന്ന എനർജിയിലുള്ളവരാണ്. വളരെയധികം മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം നിങ്ങൾ ഒരുപാട് ഇമോഷണലി ലോസ് അനുഭവിച്ച് നിന്ന എനർജിയിൽ നിന്നും, അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം ഒരു കൺഫ്യൂഷനായ ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു എനർജിയിൽ നിന്നും ഇമോഷണലി നിങ്ങൾക്ക് കിട്ടിയ ഒരു ചീറ്റിംഗ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ചീറ്റിംഗ്, പ്രതീക്ഷിക്കാത്ത വ്യക്തിയിൽ നിന്ന്, കാരണം ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ചീറ്റിംഗ് ആണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു മാറ്റം, അതായത് നിങ്ങൾ ഏത് സാഹചര്യങ്ങളെയും ഇമോഷൻസിനെയും ഹാപ്പിയോടുകൂടി കാണാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അതായത് ഒരു സ്ട്രോങ് ആയിട്ട് നല്ല കോൺഫിഡൻസോടു കൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ വളരെ ശക്തമായൊരു ന്യൂ പാത്ത് ഓപ്പണിംഗ് ആക്കുന്നു എന്നാണ് കാണുന്നത്. അത് വളരെയധികം ഒരു ഗൈഡൻസ് ആണ് കേട്ടോ, ഒരു ഇന്നർ ഗൈഡൻസ് ആണ് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇനി നൽകാൻ പോകുന്നത്. കാരണം അവർക്കും അവരുടേതായ ഒരു സ്റ്റക്നെസ്സും ബ്ലോക്കേജിനെയും തിരിച്ചറിയാനും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ദൃഢത മനസ്സിലാക്കാനുമുള്ള ഒരു സമയവും എനർജിയും ഈ ഒരു സിറ്റുവേഷൻസിലൂടെ വരുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം എനിക്കിതിനകത്ത് കാണുന്ന നിങ്ങൾ അവരുടെ പിന്നാലെ ഒരുപാട് ഇമോഷൻസിന് വേണ്ടിയിട്ടാവും, അവരുടെ ഒരു സാന്നിധ്യത്തിനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണേലും ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി എങ്കിലും മതി എന്ന ആ ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ ആ ഒരു പേഴ്സണെ സമീപിച്ച എനർജിയാണ് കാണുന്നത്. പക്ഷേ അവിടെ നിന്നെല്ലാം നിങ്ങൾ പിന്മാറേണ്ടി വന്നു. നിങ്ങൾ സെൽഫായിട്ട്, അവർ നിങ്ങളുടെ നേരെ എതിർത്ത് പറഞ്ഞില്ലെങ്കിലും അവരുടെ പെരുമാറ്റം, ആറ്റിറ്റ്യൂഡൊക്കെ നിങ്ങളെ തിരിച്ച് പിന്മാറുക, അതിൽ നിന്നും പിന്മാറി പോരുക എന്ന, അതായത് നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട എനർജിയിൽ നിങ്ങൾ
ഉള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് എങ്കിലും മുന്നോട്ടേക്ക് കീപ്പിംഗ് വേണമെന്ന് ആഗ്രഹിച്ചുവെങ്കിൽ അതുപോലും നിങ്ങൾക്ക് മുന്നിൽ സാധ്യമാവാതിരുന്നുവെങ്കിൽ ഇമോഷൻസ് ഇപ്പം നിങ്ങളിലേക്ക് തിരിഞ്ഞു വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളാണ് അവരുടെ മുന്നിൽ ഇപ്പം അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളെ ഹോൾഡ് ചെയ്ത്, അതായത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ അവർക്കൊരു വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു എനർജി ആയിട്ട് അവർ കാണാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം കൊണ്ടുചെന്ന് എത്തിയിരിക്കുന്നത്. ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ചേഞ്ചിങ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലെ ഒരു തകർച്ചയിൽ നിന്നും ശക്തമാകുന്ന ഒരു ഉയർച്ചയിലേക്ക്, ഒരു പ്രതീക്ഷയിലേക്ക് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഡിവൈൻ്റെ തന്നെ ഒരു ബ്ലെസ്സിങ്സ് കടന്നു വരുന്ന ഈ ഒരു ബന്ധം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്. കാരണം മൾട്ടിപ്പിൾ പ്രയോറിറ്റിയിലായിരുന്നു ആ ഒരു റിലേഷൻ നിന്നിരുന്നത്. കാരണം അവർക്ക് മറ്റ് സിറ്റുവേഷൻസും കൂടി വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു. നമുക്ക് ആദ്യം കിട്ടിയ എനർജിയിലെ പോലെ അവർക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങളിൽ ചോയ്സ് ഉണ്ടായിരുന്ന ഒരു പേഴ്സണാണ്. അതൊരു വ്യക്തി മാത്രമാവണമെന്നില്ല, അവരുടെ കരിയർ ആവാം, ഫിനാൻസ് ആവാം, അവരുടെ ജീവിതത്തിൻ്റെ സക്സസ്, അവർക്ക് പല മേഖലകളിലും പ്രവർത്തിക്കുന്ന എനർജി ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യങ്ങളിലെല്ലാം അവർ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു എനർജിയിലേക്ക്, അതായത് മറ്റു കാര്യങ്ങളിലേക്ക് അവർ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളിൽ നിന്ന് ഒന്ന് പിന്മാറി നിന്നുവെങ്കിൽ, നിങ്ങൾ അതൊരു തകർച്ചയിലേക്ക് വീണു പോയെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസും ഈ ഒരു എനർജിയിലൂടെ മാറുകയാണ്. കാരണം നിങ്ങൾക്കൊരു പ്രാധാന്യം നൽകുന്നു, നിങ്ങളാണ് അവർക്കൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി നൽകുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാവുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത്, സക്സസ് ഒക്കെ നിങ്ങളുടെ പേഴ്സണും ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു മുന്നോട്ടൊരു പോക്ക്, ഒരു അബണ്ടൻസിനെ, അതായത് നിങ്ങളെ പൂർണ്ണമായി ഒന്ന് കെയറിങ് ചെയ്യുക, നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ, ഇനി ഒരു സൗഹൃദ ബന്ധമാണെങ്കിൽ പോലും അത് ആഴത്തിൽ നിങ്ങൾക്ക് നൽകുക എന്ന എനർജിയിലേക്കാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ചിന്തകൾ വന്ന് നിൽക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. കിങ് ഓഫ് വാൺസ് ആണ്. വളരെയധികം ഉറച്ച തീരുമാനമെടുക്കാൻ, അതായത് മുന്നും പിന്നും നോൽക്കാതെ ശക്തമാകുന്നൊരു തീരുമാനമെടുക്കാൻ പാകത്തിനൊരു പവർഫുള്ളായ എനർജിയിലാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും സോളുകൾ വന്ന് നിൽക്കുന്നത്. നിങ്ങളും മുന്നും പിന്നും നോക്കില്ല, അവർ നിങ്ങളിലേക്ക് വരിക എന്നത് നിങ്ങൾക്ക് മറ്റെന്ത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ പറ്റും. നിങ്ങൾ വളരെ ശക്തമായിട്ട് അവരെ ഫോക്കസിങ് ചെയ്യുന്നു, അവരതിനേക്കാൾ ശക്തമായിട്ട് നിങ്ങളെയും ഫോക്കസിങ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഇനി ഒരു സെലിബ്രേഷനാണ്, ഒരു ആഘോഷം. ഒന്നെങ്കിൽ വിവാഹം, സിംഗിളായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, അത് ഒരു വിവാഹത്തിൻ്റെ ഏജ് കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിവാഹം എന്നൊരു എനർജിയിലേക്കാണ് നിങ്ങൾ തമ്മിൽ ഇനി കടന്ന് ചെല്ലാൻ പോകുന്നത്. നിങ്ങളിനി ഒരുമിക്കുക എന്നത് നിങ്ങളുടെ ഒരു കുടുംബ ജീവിതം എന്ന ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുക എന്ന എനർജിയിലേക്കാണ് ഇനി നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും കണക്റ്റഡ് ആവുമ്പം സംഭവിക്കാൻ പോകുന്നത്. അതിനൊരു മാറ്റവുമില്ല. അത് സ്ട്രോങ്ങും, അതായത് ആലോചിച്ച് നല്ല ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ നല്ല ദൃഢതയോടുകൂടി ആലോചിച്ച് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. അത് നിങ്ങളിലും നിങ്ങളുടെ പേഴ്സണിലും ഒരുപോലെ തന്നെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജീനെയാണ് കാണുന്നത്. ദ ലവേഴ്സ് ആണ് കേട്ടോ. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനൊക്കെ ആണെങ്കിൽ അതിനകത്ത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി ഒരു ബൗണ്ടറി ഇട്ടാണ് അവർ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരുമിക്കുക എന്നൊരു എനർജിയിലേക്കാണ് വരുന്നത്. ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ വേറെ സിറ്റുവേഷൻസിനെ, അതായത് പാസ്റ്റിലെ ചില കാര്യങ്ങളെയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഹീലാക്കി കളയുക. ഒരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിലേ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇമോഷൻസിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡിലേ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഇമോഷൻസ്, പുതിയൊരു സക്സസ് അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന എനർജിയും കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ചിലപ്പോൾ സങ്കല്പിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ബെർത്ത്, അതായത് ഒരു ഇനിയിപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് കുറേ നാളായിട്ട് ഡിലേ ആയിട്ട് സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഇമോഷൻസ് എനർജി നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനല്ല ഒരു ജന്മം, ഒരു പുതിയ സൃഷ്ടി പല കാര്യങ്ങളിലും എനിക്കിത് കാണാൻ പറ്റുന്നതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെർത്താണ് കേട്ടോ. ഒരു കുഞ്ഞിൻ്റെ ജന്മം നൽകാനൊക്കെ ഉള്ള ആ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നത്. അതിനൊക്കെ നിങ്ങൾ വളരെയധികം ഒരു ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു ശിക്ഷ പോലെ നിങ്ങൾ പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അതിലൊക്കെ ഒരു വേദന, ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത
എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവികമാകുന്ന അനുഗ്രഹം അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ജന്മം നൽകുന്നതിന് തുല്യമാണ് നമുക്കൊരു ഭവനം നിർമ്മിക്കുക എന്നത്. ആ ഒരു എനർജി പോലും നിങ്ങൾ ഒരുമിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു കെട്ടുറപ്പുള്ള ഒരു ജീവിത സിറ്റുവേഷൻസും അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ തന്നെ റീയൂണിയൻ ആണ് കേട്ടോ. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നിങ്ങളുടെ പാർട്ട്ണറോടൊത്തുള്ളൊരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു സമയങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. ഇത് പോസിറ്റീവായി ചിന്തിച്ച് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് എടുത്തിരിക്കണം. ഇതിനകത്ത് വന്നിട്ട് നിങ്ങൾ കുറേ നാളായല്ലോ പറയുന്നു എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ നെഗറ്റീവായൊരു സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾ ഓർത്തോളുക. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പൊയ്ക്കോട്ടെ, പക്ഷേ നമ്മൾ വിശ്വാസം അത് കൈവെടിയരുത്. കാരണം ഇത്രയും നല്ല എനർജികളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ്. ഇമോഷണലി നിങ്ങൾ തകർന്നു പോയി, നിങ്ങളെല്ലാത്തിനോടും ഒരു വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതെല്ലാം നെഗറ്റീവായ സാഹചര്യങ്ങളെയാണ് ഇന്നു വരെ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണേലും സാഹചര്യങ്ങളാണേലും എല്ലാം നിങ്ങൾക്ക് നെഗറ്റീവുകൾ മാത്രം സമ്മാനിച്ചു എന്നൊരു എനർജിയാണ്. നിങ്ങളോട് പോലും ഒരു വിരക്തി തോന്നുന്ന, മടുപ്പ് തോന്നുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും മാറുന്നു നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ഇമോഷൻസ് പല സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നിങ്ങൾ കാണാതിരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ ചേർത്ത് പിടിക്കാനും പല വ്യക്തികളുടെ എനർജികൾ നിങ്ങളിലേക്ക് വന്നപ്പോൾ അതിനെല്ലാം നിങ്ങൾ തട്ടി മാറ്റി നിങ്ങൾ ഇമോഷണലി സ്റ്റക്കായിട്ട് നിന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു പുനർജീവനാണ് കേട്ടോ, ഒരു പുതിയ തുടക്കം. ശരിക്കും നിങ്ങൾ ആലോചിച്ച് സമാധാനത്തോടെ എടുക്കുന്ന ഈ ഒരു തുടക്കം നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഡെത്തായി പോയൊരു കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ എനർജി ഡെത്തായി പോയി, ആ ഒരു പേഴ്സൺ ഇനി എൻ്റെ ലൈഫിൽ ഇല്ല എന്ന ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു വ്യക്തി എന്നെ ഉപേക്ഷിച്ചു എന്ന ഒരു എനർജി, അതായത് ഇമോഷണലി ഫെയിലിയർ സംഭവിച്ചു പോയ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നു. അതായത് ആ ഒരു പേഴ്സൺ റീയൂണിയൻ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നൊരു എനർജിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷെ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർ നിങ്ങൾ ഓവർ കൺട്രോളിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പേരൻസിൻ്റെ, അതായത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേരൻസ് നിങ്ങൾക്കിടയിൽ ഒരുപാട് നെഗറ്റീവായ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. അവർ കൊടുക്കുന്ന ചില ഇൻഫർമേഷനുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഒന്നെങ്കിൽ അതൊരു സഹോദര സ്ഥാനത്തുള്ള വ്യക്തിയാവാം, അല്ലെങ്കിൽ മദറിൻ്റെയും ആ ഒരു സ്ഥാനം എനർജി വരുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, അതായത് ഒരു കാർമിക് എനർജിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറി ഒരു പുതിയ തുടക്കം, അതായത് ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ബുദ്ധിമുട്ടി നിന്നിരുന്ന എനർജി ആണെങ്കിൽ, അതായത് അവർക്ക് അവരുടേതായ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെയാണ് അവർ നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവർക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നു, അവരൊരു ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പോസിറ്റീവായ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് യൂണിവേഴ്സ്. ഉറപ്പായിട്ടും ആ ഒരു ആഗ്രഹം, ആ ഒരു ചേഞ്ചിങ്, ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അതിവേഗത്തിൽ തിരിച്ചു വരും കേട്ടോ. നിങ്ങൾ മൂവ് ഓൺ ചെയ്തു, നിങ്ങളിലേക്ക് പ്രാധാന്യം കൊടുക്കുന്നു, നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക്, ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്നും നിങ്ങൾ കോൺഫിഡൻസോട് കൂടി മുന്നോട്ടേക്ക് പോകുന്നു എന്ന് അറിയുന്ന സമയം തന്നെ ആ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും. ഇപ്പം ആ ഒരു
പേഴ്സൺ ശരിക്കും നിരാശയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ഫ്യൂച്ചറിലേക്ക് ഒന്നും ആ ഒരു വ്യക്തിയുടെ ലൈഫിലില്ല, അയാൾക്ക് ഫ്യൂച്ചർ ഇല്ല എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത്. ആ ഒരു കാർമിക് എനർജി നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്നും പിന്മാറുന്നതോടുകൂടി അവസാനിക്കുമെന്നാണ് കാണുന്നത്. അതുപോലെ വളരെ ഇമോഷണലി സ്ട്രോങ് ആയ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ്. അതായത് ഈഗോ കൂടിയ ഒരു പേഴ്സണായിട്ട് കാണാം. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നൊരു പ്രാധാന്യം കൊടുക്കുക, അതല്ലെങ്കിൽ ഇമോഷൻസ്, സ്നേഹം, പ്രണയം, ഇതിനൊന്നും വലിയ പ്രാധാന്യമില്ലാതെ ഒരു സ്ട്രെങ്തോടു കൂടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബലം പിടിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് ആ ഒരു വ്യക്തിയുടേതെങ്കിൽ ആ ഒരു എനർജി അയാളിൽ നിന്നും മാറുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ സിംഗിളായിട്ടുള്ള പേഴ്സൺ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് എനിക്ക് തോന്നാൻ പറഞ്ഞില്ല, ആദ്യം നമുക്ക് അതേ എനർജി തന്നെ കിട്ടി. ഏജ്ഡ്, അതായത് വിവാഹ സമയം കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളുടെ എനർജി ഇതിനകത്ത് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. എന്താണേലും തീർച്ചയായിട്ടും നിങ്ങൾക്കിടെ ഈ ഒരു എനർജി എന്നത് നിങ്ങൾക്കൊരു വിവാഹം, നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിലുള്ള ഒരു വിവാഹം എന്ന എനർജിയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സെടുത്തി പ്രാർത്ഥിച്ചു കൊള്ളുക, വിശ്വസിച്ചു കൊള്ളുക. നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ തീർച്ചയായിട്ടും കണക്റ്റഡ് ആകും. അതായത് സിംഗിളായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിവാഹ യോഗമാണ് ഇനി കാണാൻ പോകുന്നത്. സൺറൈസിങ് ആണ് കേട്ടോ. അവർ തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പുതിയ പ്രണയത്തോട്, ആഴത്തിലുള്ള ഇമോഷൻസോടു കൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അതായത് നമുക്കിവിടെ പറയാൻ പറ്റുന്ന, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് എനർജി, അതായത് നിങ്ങൾ ഓവറായിട്ട് അവരെ തിങ്കിങ് ചെയ്യുമ്പം നിങ്ങൾ ആ തിങ്കിങ് ചെയ്യുന്നത് പെയിൻഫുള്ളായ എനർജിയാണ്. ആ പെയിൻഫുള്ളോട് കൂടിയുള്ള ഒരു എനർജി അവരിലേക്ക് ചെല്ലുമ്പം അവർക്ക് നിങ്ങളിൽ നിന്നും വീണ്ടും ഒരു വിരക്തി തോന്നി അവരകന്നകന്നേ പോകുള്ളൂ. അതേസമയം നിങ്ങൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, നല്ല സ്ട്രെങ്തോടു കൂടി നിങ്ങളിൽ ഒരു വിജയം, ഒരു പോസിറ്റീവ് എനർജി നിറച്ച് ഹാപ്പിനെസ്സോടു കൂടി നിങ്ങൾ അവരെ ചിന്തിച്ചോ, പക്ഷേ ഹാപ്പിനെസ്സോടു കൂടി, അതായത് അവരെ നിങ്ങൾ ചിന്തിക്കേണ്ട വളരെയധികം സന്തോഷത്തോടും പ്രഷ്യസോടും കൂടി, പ്രിയപ്പെട്ടതെന്നുള്ള എനർജിയോടുകൂടി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ കണക്റ്റഡ് ആകും. ആ ഒരു എനർജി അവരിലേക്ക് ചെല്ലുമ്പം അവർ തിരിച്ച് വന്നിരിക്കും. കാരണം സൺറൈസിങ് ആണ് വന്നിരിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത സക്സസ് ആണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്കിടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.